എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ ഈ ഗ്രൂപ്പിലൂടെ ആരംഭിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കും. PPT ബേസ്ഡ് ആയിട്ടായിരിക്കും ഡിസ്ക്രിപ്ഷൻ വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ ചില സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുരുങ്ങിയ കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അത് കൃത്യമായിട്ട് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. 3 തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മെമ്മറി ടെക്നിക്സിൻ്റെ സഹായത്തോടു കൂടി അത് പഠിക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യകാരണ സഹിതം പഠിക്കാൻ പറ്റും. ഈ 3 സ്ട്രാറ്റജിയും നമ്മൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോയതിന് ശേഷം ഈ കണ്ടൻറ്റുകൾ ഏകദേശം തീരുന്ന മുറയ്ക്ക് സൂം ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യും. അതിലെല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ പരീക്ഷയോടനുബന്ധിച്ച് നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. ദെൻ ഇതിൽ ഉള്ള ഒരു ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് കുറവാണ്. ഗ്രൂപ്പിൽ മെമ്പേഴ്സ് കുറയുമ്പോൾ പ്രശ്നം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർ വീണ്ടും ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് മാക്സിമം ഗ്രൂപ്പ് നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. 1ഉം 2ഉം ഗ്രൂപ്പ് ഫുള്ളാണ്. അതിൽ ഓൾറെഡി കൂടുതൽ കണ്ടൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുന്നത് അതുകൊണ്ടാണ്, ഞാൻ വെയിറ്റ് ചെയ്തതും അതുകൊണ്ടാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. ഈ ഒരു സെമ്മുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുട്ടികളിലേക്ക് ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് മാക്സിമം എത്തിക്കണം. ദെൻ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് നോട്ട് ഓൺ ഡയബറ്റിക് മെൽറ്റസ്. അത് 2012 എന്ന് പറഞ്ഞ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 2016, 19, 22 കാലയളവിൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ ഡയബറ്റിസ് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുന്നു, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിൽക്കുന്നു. അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതാണ്. ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്ന 2 തരത്തിലേക്ക് ആൾക്കാരിൽ റിഫ്ലക്റ്റ് ചെയ്യാം. അതിലൊന്നാണ് ജുവനൈൽ ഡയബറ്റിക് എന്ന് പറയുന്നത്. അത് കുട്ടികൾക്കുണ്ടാകുന്ന ഡയബറ്റീസ് ആണെന്ന് പറയുന്നു. ജനിക്കുന്ന സമയത്ത് തന്നെ ബീറ്റാ സെല്ല് ഒട്ടും തന്നെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ഫുള്ളി ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ് ആ ജനിച്ച സമയം തൊട്ടേ. ആ സമയം തൊട്ടേ നമ്മൾ ഇൻസുലിൻ കൊടുത്ത് ഇവരെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഇൻസുലിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഗ്രൂപ്പ് ആയതുകൊണ്ട് അത്തരത്തിലുള്ള ജുവനൈൽ ഡയബറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിക് മെൽറ്റസ്. കാര്യകാരണ സഹിതം മനസ്സിലാക്കണം. അപ്പോൾ ഇനി അടുത്ത ഒരു വേരിയൻ്റ് ഉണ്ട്. അതിനെ നമ്മൾ അഡൾട്ട് ഓൺസെറ്റ് ഡയബറ്റിക് മെൽറ്റസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻസുലിൻ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. അവിടെ ഇൻസുലിൻ വേണ്ട എന്നല്ല. ഡയബറ്റിസ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആദ്യഘട്ടങ്ങളിൽ ഡയറ്റ് റെസ്ട്രിക്ഷൻ കൊടുത്ത് നോക്കും, എക്സസൈസ് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം OH ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസ് കൊടുത്ത് നോക്കും. ഈ 3 ഘട്ടങ്ങളും പരാജയപ്പെടുമ്പോൾ ഫൈനൽ സ്റ്റേജിൽ മാത്രമാണ് അവർക്ക് ഇൻസുലിൻ എന്ന് പറയുന്ന പ്രൊവിഷൻ കൊടുക്കുന്നത്. അവിടെ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആവുന്ന ഫൈനൽ സ്റ്റേജിലാണ്. ആദ്യം ഡിപ്പെൻഡൻ്റ് അല്ലാത്തതുകൊണ്ട് അതിനെ ഇൻസുലിൻ ഇൻഡിപെൻഡൻറ്റ് ഡയബറ്റിക് മെൽറ്റസ് എന്ന് പറയുന്നു. അത് സാധാരണയായിട്ട് 20 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ അടുത്തായിട്ട് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. അതിനുവേണ്ടി ഒരു ന്യൂമോണിക്സ് പറയുകയാണ്. 4 P ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. ഒന്നാമത്തെ പോളിഫാജിയ, ഇഷ്ടംപോലെ ആഹാരം കഴിക്കുന്നു. ദെൻ രണ്ടാമത്തെ പോളിഡിപ്സിയ, ഒരുപാട് വെള്ളം കുടിക്കുന്നു. മൂന്നാമത്തെ പോളിയൂറിയ, ഒരുപാട് യൂറിൻ പോകുന്നു. നാലാമത്തെ പോളിലോസസ് ആണ്. അവിടെ വെയിറ്റ് ലോസ് വരുന്നുണ്ട്, ലോസ് ഓഫ് വൂണ്ട് ഹീലിംഗ് വരുന്നുണ്ട്, ലോസ് ഓഫ് എനർജി വരുന്നുണ്ട്. അപ്പോൾ ലോസ് ഓഫ് എനർജി വരുന്നതുകൊണ്ടാണ് വളരെയധികം ഫറ്റീഗ് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ കൂടി ആലോചിക്കുക. പോളിഫാജിയ എന്ന് പറഞ്ഞാൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയർന്നു നിൽക്കുകയാണ്. പക്ഷേ ആ രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസ് സെല്ലുകളിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ട് അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുകയോ അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എനർജി ഇല്ലാതെ വരുന്ന സമയത്ത് എനർജിയുടെ പ്രൊഡക്ഷൻ കൂട്ടണം എന്നുള്ളത് കൊണ്ട് ശരീരം ചിന്തിക്കുന്നത് ഇവൻ കൂടുതൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ന്യൂട്രിയൻസ് രക്തത്തിലേക്ക് എത്തുമെന്നും അതിൽ നിന്ന് എന്ത് സംഭവിക്കുമെന്നും എനർജി റിലീസ് ചെയ്യുമെന്നാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശപ്പുണ്ടാകുന്നു. എന്തുകൊണ്ടാണ് കൂടുതൽ ദാഹം ഉണ്ടാകുന്നത്? ദാഹം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായിട്ട് ഉയർന്നു നിൽക്കുന്ന സമയത്ത് അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോളിഡിപ്സിയ എന്ന് പറയുന്ന സാഹചര്യം. കൂടുതൽ വെള്ളം കുടിക്കുന്ന സമയത്ത് അത് രക്തത്തിലേക്ക് എത്തുകയും ഒരു പരിധിവരെ ഡയലൂട്ട് ചെയ്യുകയും ചെയ്യും.
പോളിയൂറിയ എന്താണ് സംഭവിക്കുന്നത്? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ ഉയർന്നു നിൽക്കുന്ന ഗ്ലൂക്കോസിനെ യൂറിനിലൂടെ പുറത്തേക്ക് കളയാൻ വേണ്ടി ബോഡി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് പോളിയൂറിയ എന്ന് പറയുന്നത്. അവിടെ യൂറിൻ ഔട്ട്പുട്ട് കൂടുന്ന സാഹചര്യമാണ് വരുന്നത്. അടുത്തത് പോളിലോസസ് ആണ്, വെയിറ്റ് ലോസ്. രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസ് സെല്ലിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുകയും വെയിറ്റ് ഗെയിൻ സംഭവിക്കുകയും ചെയ്യുന്നുള്ളൂ. ഇത് കൃത്യമായിട്ടും ഇൻസുലിൻ്റെ അഭാവത്തിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് വെയിറ്റ് ലോസ് അവിടെ പ്രകടമാണ്. ഇനി അടുത്ത് ഡിലേഡ് വൂണ്ട് ഹീലിംഗ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയബറ്റിക് എന്ന് പറയുന്ന രോഗികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏകദേശം 10 മടങ്ങോളമാണ് അവർക്ക് അവരുടെ ഒരു ഡിസീസിൻ്റെ പ്രോഗ്രഷൻ സ്റ്റേജിൽ കാല് മുറിച്ച് മാറ്റേണ്ട സാഹചര്യം വരുന്നത്. കാലിലൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. അവിടേക്കുള്ള രക്തയോട്ടം കൂടുന്നു. അവിടേക്കുള്ള രക്തയോട്ടം കൂടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ശ്വേതരക്താണുക്കൾ WBC എന്ന് പറയുന്നത് അവിടെ എത്തിച്ചേരുകയും അതിലൂടെ പ്രവേശിക്കുന്ന മൈക്രോ ഓർഗാൻസത്തെ നശിപ്പിക്കുകയും വൂണ്ട് ഹീലിങ്ങിനെ വേണ്ടി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാലിലെ ഏറ്റവും ചെറിയ രക്തക്കുഴലുകളിൽ രക്തത്തിൽ ഉയർന്നു നിൽക്കുന്ന ഗ്ലൂക്കോസ് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസ് പഞ്ചസാര തരികൾ പോലെ ക്രിസ്റ്റലൈസ് ചെയ്യുന്നു. അങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നു. അടഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടെർമിനൽ ഏരിയയിലേക്ക്, അതിൻ്റെ ഡിസ്റ്റൽ ഏരിയയിലേക്ക് രക്തം എത്തിക്കാൻ കഴിയുന്നില്ല. ഓക്സിജനെയും ന്യൂട്രിയൻസിനെയും എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. WBCക്ക് എത്തപ്പെടാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും അവിടെ എത്തുന്ന മൈക്രോ ഓർഗാൻസ് റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും മുകളിലേക്ക് പ്രോഗ്രസ് ചെയ്ത് കയറി വരികയും ചെയ്യും. അതാണ് അവരുടെ വൂണ്ട് ഹീൽ ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്നത്. അത് ഗുരുതരമായ ഒരു അവസ്ഥയാണ്. നമുക്ക് ആൻറ്റിബയോട്ടിക് എടുക്കാം. ആൻറ്റിബയോട്ടിക് എടുത്താലും ഇത് രക്തത്തിലൂടെ മാത്രമേ ആ ഒരു ടാർഗറ്റ് ഏരിയയിലേക്ക് എത്തുകയുള്ളൂ. IV ആൻറ്റിബയോട്ടിക് എടുത്താലും അത് എത്തണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് രക്തക്കുഴലുകൾ പേറ്റന്റ് ആയിരിക്കണം. അത് നടക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതിലൂടെ എന്തുകൊണ്ട് ഡിലേഡ് വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ലോസ് ഓഫ് എനർജി എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ ഫലമായിട്ടാണ് ഫറ്റീഗ് അനുഭവപ്പെടുന്നത്. ഇനി അടുത്ത അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, അതിനുവേണ്ടിയുള്ള ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ബെനഡിക്ട് സൊല്യൂഷൻ ഉപയോഗിച്ച് യൂറിൻ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിൽ വരുന്ന കളർ ചേഞ്ച് അനുസരിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ബെനഡിക്ട് സൊല്യൂഷൻ്റെ കളർ ബ്ലൂ കളറാണ്. അപ്പോൾ അതിനകത്തൊരു ഗ്രീൻ കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് യൂറിൻ ഷുഗർ ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ച് ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നൊക്കെ പറഞ്ഞ് ചേഞ്ച് ആവും. ഗ്രീൻ കളറാണെങ്കിൽ 0.5%, ദെൻ 1%, ദെൻ 1.5%, ദെൻ മോർ ദാൻ 2% എന്ന് പറയുന്ന ലെവലിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് യൂറിനിലെ ഷുഗർ ലെവൽ. അപ്പോൾ ഇത് പിന്നീട് നിങ്ങൾ പഠിക്കും. ഇതിവിടെ പഠിക്കേണ്ട കാര്യമല്ല, എങ്കിലും ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ദെൻ ബാക്കി നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. FBS, PPBS, HbA1c, അതേപോലെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ് GTT എന്ന് കൊടുക്കുന്നത്. GCT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് ആണ്. ചില ആൾക്കാരിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതല്ല. ഈ ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത്? ഇൻസുലിൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോശങ്ങളിലേക്ക് എത്തിയതിന് ശേഷം ആ കോശങ്ങളിലെ അല്ലെങ്കിൽ സെല്ലുകളിലെ ഗ്ലൂക്കോസിൻ്റെ ചാനലുകളുണ്ട്. ഗ്ലൂക്കോസിന് കയറിപ്പോകാൻ പറ്റുന്ന വഴികൾ ഒരുക്കി കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഈ വഴികൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്ന പ്രവർത്തനമാണ് ഇൻസുലിൻ ചെയ്യുന്നത്. ചില സെല്ലുകൾ ഇൻസുലിനെ അടുപ്പിക്കത്തില്ല, ഇൻസുലിനെ തിരിച്ചറിയുന്നില്ല. ആ സാഹചര്യത്തെ നമ്മൾ പറയുന്ന പേരാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ നോർമലാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അവിടുത്തെ വിഷയമെങ്കിൽ അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. ഇത് തിരിച്ചറിയണമെങ്കിൽ ചെയ്യേണ്ട ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ഇൻസുലിൻ്റെ അളവ് പരിശോധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 2 തൊട്ട് 20 മൈക്രോ യൂണിറ്റ് പെർ ml എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡയബറ്റിക് ആയുള്ള രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയർന്നു നിൽക്കുന്ന ഒരാളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ നോർമൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്ന് തിരിച്ചറിയുകയും അത് പരിഹരിക്കാനുള്ള മെഡിക്കേഷൻസ് കൊടുക്കുകയും ചെയ്യണം. ഇൻസുലിൻ സെല്ല് തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിലുള്ള മെഡിക്കേഷൻസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവിടെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അവിടെ ഇൻസുലിൻ എത്ര അവർക്ക് കൊടുത്താലും ഷുഗർ ലെവൽ കുറയണമെന്നില്ല. ദെൻ ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ ഡയറ്റാണ്. ഡയറ്റിൽ ഏറ്റവും വലിയ നിർദ്ദേശം വരുന്നത് റെഗുലറായിട്ട് മീൽ എടുക്കുക എന്നുള്ളതാണ്. രാവിലെ 8 മണിക്ക് ആഹാരം കഴിക്കുന്ന വ്യക്തി 8 മണിക്ക് തന്നെ എല്ലാ ദിവസവും കഴിക്കാൻ തയ്യാറാകണം.
അപ്പോൾ 8 മണിക്ക് കഴിക്കുന്ന വ്യക്തി, നിങ്ങൾക്ക് തന്നെ അറിയാം, റെഗുലറായിട്ട് നമ്മൾ ഒരു സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് നല്ല വിശപ്പ് അനുഭവപ്പെടും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ എല്ലാ ജ്യൂസസും, ഡൈജസ്റ്റീവ് ജ്യൂസസും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്ത് ആഹാരം വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻസ് ഒപ്റ്റിമൽ ലെവലിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം റെഗുലർ മീൽസ് ആണ്. കറക്റ്റ് ടൈമിൽ എന്നും കഴിക്കുന്ന അതേ സമയത്ത് തന്നെ ആഹാരം കഴിക്കാൻ തയ്യാറാവുക. അടുത്ത എക്സസൈസാണ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും 45 മിനിറ്റോളം നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. അടുത്ത് ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻ്റ് ആണ്. അത് ഒരുപാട് ഡെപ്തിലേക്ക് നമ്മൾ പോകണ്ട. നിങ്ങൾ മെറ്റ്ഫോമിന്, ഗ്ലൈമിപ്രൈഡ് ഇങ്ങനെയൊക്കെയുള്ള മെഡിക്കേഷൻസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള മെഡിക്കേഷൻസ് ആണ് അതിൽ വരുന്നത്. ഇൻസുലിൻ ആണ്. ഇൻസുലിൻ പല ടൈപ്പ് ഉണ്ട്. മിക്സ്ചാർഡ് ഉണ്ട്, റെഗുലർ ഇൻസുലിൻ ഉണ്ട് അല്ലേ, ലോങ് ആക്ടിങ് ഇൻസുലിൻ ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഇൻസുലിൻ ആ പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഒരു സ്ലൈഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ പഠിച്ചു വെക്കുകയും അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ മനസ്സിലാക്കി വെക്കുകയും ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം ഒരു പേജ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതേപോലെ 5 മാർക്ക് തന്നെ നേടിയെടുക്കാൻ പറ്റും. യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻസ് പ്രകാരം നമുക്ക് എവാലുവേഷൻ ഗൈഡ് ലൈൻസ് അയച്ചു തരുമ്പോൾ ഇത്രയും പോയിന്റ്സുകളാണ് അവർ ലിസ്റ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. ഇത്രയും പോയിന്റ്സുകൾ അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അര പേജ് ഉള്ളെങ്കിൽ പോലും തീർച്ചയായിട്ടും 4.5 മാർക്ക് നമുക്ക് വീഴും. ഷോർട്ട് നോട്ട് എഴുതുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, ദെൻ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കണം, ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ആ രീതിയിലേക്ക് നിങ്ങൾ റൈറ്റിംഗ് പാറ്റേൺ മാറ്റിയെടുക്കണം. ആ രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇതിൽ കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഫുള്ളാക്കണം. അതുകൊണ്ട് തന്നെ ഈ ലിങ്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി, സെമസ്റ്റർ 2 കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.